യൂസ് ഹെഡ്ഫോൺസ് ഫോർ ദി ബെസ്റ്റ് സൗണ്ട് എക്സ്പീരിയൻസ്. മികച്ച ശബ്ദാസ്വാദനത്തിനായി ഹെഡ്ഫോൺ ഉപയോഗിക്കുക. സ്മോക്കിംഗ് കോസസ് ക്യാൻസർ. സ്മോക്കിംഗ് കിൽസ്. പുകവലി ആരോഗ്യത്തിന് ഹാനികരം. കൺസപ്ഷൻ ഓഫ് ആൽക്കഹോൾ ഈസ് ഇഞ്ചുറിയസ് ടു ഹെൽത്ത്. മദ്യപാനം ആരോഗ്യത്തിന് ഹാനികരം. ബി സേഫ്. ഡോണ്ട് ഡ്രിങ്ക് ആൻഡ് ഡ്രൈവ്. മദ്യപിച്ച് വാഹനം ഓടിക്കാതിരിക്കൂ. നമസ്കാരം, ഞാൻ പ്രവീൺ ജെ.കെ. 1984-90 കാലഘട്ടത്തിലെ ഈ സ്കൂളിലെ ഒരു വിദ്യാർത്ഥിയായിരുന്നു ഞാൻ. എൻ്റെ പ്രൊഫഷനുമായിട്ട് മുന്നോട്ട് പോകുമ്പോഴും എൻ്റെ ജോലി തിരക്കുകൾക്കിടയിലും ഈ സ്കൂളിൻ്റെ എല്ലാ പ്രവർത്തനങ്ങളുമായി ഞാൻ സഹകരിച്ചിട്ടുണ്ട്. ഈ ഷോർട്ട് ഫിലിം നിങ്ങൾക്ക് ഏവർക്കും വേണ്ടി ഞാൻ സമർപ്പിക്കുന്നു. അപ്പോ മണി 10 പറയടാ, നീ ഇന്ന് സ്കൂളിൽ പോണില്ലേ? അപ്പൊ മതിയാണ് തുടങ്ങിയത്. എഴുന്നേറ്റ് റെഡിയായി, നിനക്ക് സ്കൂളിൽ പോകണല്ലേ? സ്കൂളിൽ പോണില്ല. അതൊന്നും പറഞ്ഞാൽ പറ്റത്തില്ല, സ്കൂളിൽ പോയാലേ പറ്റൂ. നീ എഴുന്നേറ്റ് റെഡിയായി, അപ്പോഴത്തേക്ക് അച്ഛൻ കാപ്പി എടുത്ത് വെക്കാം. നിന്നോടല്ല പറഞ്ഞ കിടന്ന് ഉറങ്ങരുത്, എഴുന്നേറ്റ് റെഡിയാവാൻ. സ്കൂളിൽ പോയിരിക്കണം, നിന്റെ ഒരു അടവ് നടക്കില്ല. എനിക്ക് റെഡിയാവും. എടാ, നിന്റെ ഈ പ്രായത്തിൽ ഞാനൊക്കെ സ്കൂളിൽ പോയി എന്തോരം കൊതിച്ചിട്ടുണ്ടെന്ന് അറിയാമോ? നമ്മളൊക്കെ രാവിലെ എഴുന്നേൽക്കുന്നതിന് ഇന്ന് സ്കൂളിൽ പോകാൻ പറ്റുന്ന പ്രാർത്ഥനയോടെ ആയിരുന്നു. എടാ, നമ്മളൊക്കെ വളർന്ന സാഹചര്യം നിനക്കറിയാമോ? അത് രാവിലെ എഴുന്നേറ്റ് പാടത്തെ പണിയൊക്കെ ചെയ്ത് ഒരു നേരത്തെ കഞ്ഞിയും കുടിച്ച് ഓട്ടം വീണ നിക്കറൂട്ട് പുടന്ന് സ്കൂളിൽ പോയാ തള്ളുകതയില്ലേ എനിക്ക് കേട്ടോട്ട് മടുത്തു ഞാൻ. അല്ല, ഈ പോകാനാണ് എവിടെയാണ് പുഴ? ഡാ, ഇന്ന് നീ സ്കൂളിൽ പോയില്ലെങ്കിൽ നീ കള്ളമടിച്ച് നിൽക്കുകയാണ്. ഞാൻ ടീച്ചറോട് വിളിച്ച് പറയും. നാളെ ചെല്ലുമ്പോ നിനക്ക് നല്ല അടിയും കിട്ടും. നാളെയും പോകില്ല, മറ്റന്നാളെയും പോകില്ല, ആ സ്കൂളിലേ പോകില്ല. ശരി, സ്കൂളിൽ പോകുമ്പോ നീ പോണ്ട. പക്ഷെ നാളെ മുതൽ നിന്നെ കിളക്കാൻ വിടും. ഓക്കേടാ? ഏടാ അപ്പു, നീ വളർന്ന് വലുതാകുമ്പോ നല്ലൊരു നിലയിലെത്തണമെങ്കിൽ സ്കൂളിൽ പോയി പഠിച്ചാലേ പറ്റൂ. 10 അക്ഷരം പഠിക്കാതെ എങ്ങനെയാണ് നിനക്ക് നല്ലൊരു ഭാവി ഉണ്ടാകുന്നത്? 10 കാശ് സമ്പാദിക്കണേ നിനക്ക്. എന്റെ ട്യൂഷൻ ക്ലാസ്സിൽ പഠിക്കണ എല്ലാവരും വലിയ വലിയ സ്കൂളാണ്. ഞാൻ മാത്രമേ ഈ പൊട്ട സർക്കാർ സ്കൂളിലുള്ളൂ. എല്ലാവരും എന്നെ കളിയാക്കും. എന്റെ ട്യൂഷൻ സാറും എന്നോട് പറഞ്ഞിട്ടുണ്ട്, സർക്കാർ സ്കൂളിൽ പഠിച്ചാൽ രക്ഷപ്പെടൂല. നിന്നോട് ആര് പറഞ്ഞത് അത് പൊട്ട സ്കൂളാണെന്ന്? എത്ര മഹാന്മാരെ പഠിച്ചിറങ്ങിയ സ്കൂളാണെന്ന് അറിയാമോ നിനക്ക്? എന്തോരം ചരിത്രം ഉറങ്ങിക്കിടക്കുന്ന സ്കൂളാണ് അതെന്ന് നിനക്കറിയാമോ? അതെല്ലാം പോട്ടെ, എത്ര വർഷം കൊണ്ട് അനുഭവ സമ്പത്തുള്ള സ്കൂളാണെന്നെങ്കിലും നിനക്കറിയാം? ഇല്ല, പരിതാ. പോകയുടെ സ്കൂളിനെ പറ്റി അറിയണമെങ്കിൽ ആദ്യം പോകയുടെ നീ അറിയണം. അക്ഷരങ്ങൾ അച്ചടിച്ചു കൂട്ടിയ പുസ്തകത്താളുകളിൽ നീ പഠിച്ച പോകടല്ല, അനുഭവങ്ങളുടെ പോകനാട്. കോടിക്കണക്കിനായ പട്ടിണിപ്പാകളുടെ നിരക്ഷരരുടെയും പോകനാട്. നീ ഇതൊക്കെ കണ്ടിട്ടുണ്ടോ? അടുത്ത തള്ളുകഥയായിട്ട് വന്നേക്കാണ്. എന്തൊക്കെ പറഞ്ഞാൽ ഞാൻ സ്കൂളിൽ പോകില്ല. എടാ അപ്പു, ഇനി തള്ളല്ലാത്തൊരു കഥ അച്ഛൻ പറഞ്ഞു തരട്ടെ. നീ ചേരന്മാരെയും ചോളന്മാരെയും പറ്റി കേട്ടിട്ടുണ്ടോ? മൂവേന്ദ്രൻ എന്നറിയപ്പെടുന്ന ചേര ചോള പാണ്ഡ്യന്മാർക്ക് നമ്മുടെ പോകാടുമായുള്ള ബന്ധത്തെ പറ്റി നിനക്കറിയാമോ? ഇല്ല. എന്നാ കഥ പറഞ്ഞ? ആ ശരി, ശ്രദ്ധിച്ച് കേട്ടോളാം. കേരളത്തിലെ ആദ്യ രാജവംശമായിരുന്ന ആയി രാജവംശത്തിന്റെ കീഴിലായിരുന്നു പോങ്ങനാട് ഉൾപ്പെടുന്ന കിഴക്കൻ മലയോര മേഖലകൾ. അന്നത്തെ വലിയ തുറമുഖ പട്ടണമായ വിഴിഞ്ഞം കേന്ദ്രീകരിച്ചായിരുന്നു ആയി രാജാക്കന്മാർ ഭരണം നടത്തിയിരുന്നത്. ഈ രാജവംശത്തിലെ ഏറ്റവും പ്രഗത്ഭന്മാരായ 2 രാജാക്കന്മാരായിരുന്നു വിക്രമാദിത്യ വരഗുണനും കരിന്തടക്കനും. അന്ന് ഈ പ്രദേശത്തിന്റെ പേര് കൂപക രാജ്യം എന്നായിരുന്നു.
കൂപക രാജ്യത്തിന്റെ നെടുന്തൂണായിരുന്ന കരിന്തടക്കൻ രാജാവിന്റെ ഏറ്റവും പ്രിയപ്പെട്ട പ്രദേശങ്ങളിൽ ഒന്നുകൂടിയായിരുന്നു പോങ്ങനാട്. പിന്നീട് പോങ്ങനാട് കീഴ്പേരൂർ പ്രദേശങ്ങൾ സാംസ്കാരികമായി വലിയ പുരോഗതി കൈവരിക്കുകയും അന്നത്തെ രാജാവായിരുന്ന വിക്രമാദിത്യ വരഗുണന്റെ പ്രിയപ്പെട്ട സ്ഥലങ്ങളിൽ ഒന്നായി മാറാനും പോങ്ങനാട് ദേശത്തിന് കഴിഞ്ഞിട്ടുണ്ട്. പിന്നീട് തമിഴ്നാട്ടിൽ ചോളന്മാരുടെ പടയോട്ടം തുടങ്ങിയതോടെ കാര്യങ്ങൾ മാറി മറിഞ്ഞു. ചോളന്മാരെ പേടിച്ച് ആയി രാജവംശവും വേണാട് രാജവംശവും തമ്മിൽ ലയിച്ച് കീഴ്പേരൂർ സ്വരൂപത്തിന് രൂപം നൽകി. പക്ഷെ ആ ലയനത്തിനും ചോളന്മാരുടെ മുന്നിൽ മുട്ടുമടക്കേണ്ടി വന്നു. പോങ്ങനാട് ദേശത്തിനെ സംഘർഷഭരിതമാക്കിയ ഒന്നാം പരാന്തക ചോള രാജാവും പടയാളികളും വിക്രമാദിത്യ വരഗുണ രാജാവിനെ വധിക്കുകയും കൂപക രാജ്യം പിടിച്ചടക്കുകയും ചെയ്തു. അങ്ങനെ കീഴ്പേരൂർ സ്വരൂപത്തിന്റെ ഭരണം ചോളന്മാർക്കായി. പക്ഷേ ചോളന്മാരുടെ ഭരണത്തിൽ തൃപ്തരല്ലായിരുന്ന കീഴ്പേരൂർ സ്വരൂപത്തിലെ ജനങ്ങൾ അവശേഷിച്ച രാജകുടുംബത്തിലെ അംഗങ്ങളുമായി ചേർന്ന് ചോളന്മാർക്കെതിരായി പ്രവർത്തിക്കാൻ തുടങ്ങി. അങ്ങനെ വീണ്ടും പോങ്ങനാട് പ്രദേശം സംഘർഷഭരിതമായി. ചോളന്മാർക്കെതിരായി എല്ലാ ആക്രമണങ്ങളും പരാജയപ്പെട്ടതോടെ കീഴ്പേരൂർ സ്വരൂപത്തിലെ ജനങ്ങൾക്ക് ആ സത്യം മനസ്സിലായി. ചോളന്മാരോട് പോരാടാൻ ഞങ്ങൾ ശക്തരല്ല. പിന്നെന്താ നടന്നത്? കീഴ്പേരൂർ സ്വരൂപത്തിൽ എല്ലാവരും ചോളന്മാർ കൊന്നോ? തങ്ങൾക്കെതിരെ നിന്ന ഒരുപാട് പേരെ കൊന്നുതള്ളിയ ചോളന്മാർക്ക് മുന്നിൽ കീഴ്പേരൂർ സ്വരൂപത്തിലെ ജനത ഒന്നടങ്കം അടിയറവ് പറഞ്ഞു. പക്ഷേ ധൈര്യം ചേർന്ന ആ ജനതയ്ക്ക് കരുത്തേകാൻ മറ്റൊരാൾ അവിടേക്ക് വന്നു. ആര്? ചേര രാജവംശത്തിലെ കരുത്തനായ രാജാവ് രാമവർമ്മ കുലശേഖരൻ. ചേര പെരുമാൾ എന്നറിയപ്പെട്ടിരുന്ന ഈ രാജാവിന്റെ നേതൃത്വത്തിൽ പിന്നീട് അങ്ങോട്ട് യുദ്ധമായിരുന്നു. ചോളന്മാരും ചേരന്മാരും തമ്മിലുള്ള യുദ്ധം. യുദ്ധത്തിൽ ചോളന്മാർക്ക് അടിയറവ് പറയേണ്ടി വന്നു. അങ്ങനെ കീഴ്പേരൂർ സ്വരൂപം രാമവർമ്മ കുലശേഖരന് സ്വന്തമായി. പിന്നീട് അങ്ങോട്ട് കീഴ്പേരൂർ സ്വരൂപത്തിൽ ചേരന്മാരുടെ ഭരണമായിരുന്നു. പോങ്ങനാട് നിവാസികളുടെ വസന്തകാലം. പക്ഷേ ആ വസന്തകാലം അധികകാലം നീണ്ടില്ല. ചേരന്മാരെ വേട്ടയാടാൻ പാണ്ഡ്യന്മാരെത്തി. പോങ്ങനാട് വീണ്ടും യുദ്ധത്തിന് നേരിടായി. ചേരന്മാരും പാണ്ഡ്യന്മാരും തമ്മിലുള്ള യുദ്ധം. നാളുകൾ നീണ്ട യുദ്ധത്തിനൊടുവിൽ പാണ്ഡ്യന്മാർ ചേരന്മാരെ കീഴ്പ്പെടുത്തി. കീഴ്പേരൂർ സ്വരൂപത്തിന്റെ ഭരണം വീണ്ടും മാറി പാണ്ഡ്യ ഭരണത്തിന് കീഴിലായി. പാണ്ഡ്യന്മാരുടെ ഭരണത്തിൽ ജനങ്ങൾ സന്തുഷ്ടരല്ല എന്ന് കണ്ട വേണാട് രാജാക്കന്മാർ ഇനിയൊരു യുദ്ധം വേണ്ട എന്ന് തീരുമാനിക്കുകയും പാണ്ഡ്യന്മാരുമായി സൗഹൃദത്തിലാവുകയും ഭരണം തിരിച്ചുപിടിക്കുകയും ചെയ്തു. ഇതിനെ തുടർന്നാണ് വേണാട് രാജാക്കന്മാർക്ക് കീഴ്പേരൂർ കുലശേഖര പെരുമാൾ എന്ന പദവി ലഭിക്കുന്നത്. യുദ്ധം അവസാനിച്ചതോടെ പോങ്ങനാട്, കീഴ്പേരൂർ, കിളിമാനൂർ പ്രദേശങ്ങൾ വലിയ കാർഷിക കേന്ദ്രങ്ങളായി മാറുകയും പിന്നീട് രാജാവിന്റെ നേരിട്ടുള്ള നിയന്ത്രണത്തിലുള്ള ചേരിക്കൽ നിലങ്ങളായും പ്രഖ്യാപിക്കപ്പെട്ടു. ഇവിടെ നിന്നുള്ള വിളകളായിരുന്നു അന്ന് പത്മനാഭസ്വാമി ക്ഷേത്രത്തിലെ പല ആചാരങ്ങൾക്കും ഉപയോഗിച്ചിരുന്നത്. പോങ്ങനാട് കീഴ്പേരൂർ ദേശത്തിലെ കൃഷിയുടെ മഹിമയെപ്പറ്റി ആറ്റിങ്ങൽ റാണി അറിയുകയും റാണി ഇവിടുത്തെ കൃഷിക്ക് നേരിട്ട് നേതൃത്വം നൽകിയിട്ടുമുണ്ട്. പിന്നീട് കാലത്തിൻ്റെതായ ഒരുപാട് മാറ്റങ്ങൾ നമ്മുടെ നാടിന് വന്നു. ബ്രിട്ടീഷുകാരുടെ ഇടപെടൽ കൂടുതൽ മാറ്റങ്ങൾ കൊണ്ടുവന്നു. കാലം മാറിയപ്പോൾ ജനങ്ങളും അവരുടെ ആവശ്യങ്ങളും മാറി. പോങ്ങനാട് നിവാസികൾക്ക് ഒരു വിദ്യാഭ്യാസ സ്ഥാപനം വേണമെന്ന ആവശ്യം ഉയർന്നു വന്നു. ഇതിനെ തുടർന്ന് അന്നത്തെ ഒരു പ്രമാണി നെടുമൺ വീട്ടിൽ ഉണ്ണിത്താൻ തന്റെ പുരയിടം സ്കൂൾ പണിയുവാൻ ദാനം നൽകുകയും ശ്രീ മൂലം തിരുനാൾ രാമവർമ്മയുടെ നേതൃത്വത്തിൽ 1906 ജൂൺ മാസത്തിൽ പോങ്ങനാട് ആദ്യമായി ഒരു സ്കൂൾ പണിയുകയും ചെയ്തു. തങ്ങളുടെ നാട്ടിൽ ആദ്യമായി വന്ന സ്കൂൾ കാണാനെത്തിയ പ്രദേശവാസികളുടെ എണ്ണം വളരെ വലുതായിരുന്നു. പക്ഷേ ആ വലിയ ജനക്കൂട്ടത്തിൽ നിന്ന് സ്കൂളിൽ പഠിക്കാൻ താല്പര്യം കാണിച്ച ഒരേ ഒരാളെ ഉണ്ടായിരുന്നുള്ളൂ. ലക്ഷ്മി. പൊന്നരികത്ത് വീട്ടിൽ ലക്ഷ്മി. അങ്ങനെ ആദ്യത്തെ വിദ്യാർത്ഥിയായി പൊന്നരികത്ത് വീട്ടിൽ ലക്ഷ്മിയും ആദ്യത്തെ അധ്യാപകനായി മടവൂർ ബാലരാമൻ പിള്ള സാറുമായി പോങ്ങനാട് സ്കൂളിന്റെ കഥ എഴുതപ്പെട്ടു തുടങ്ങി. ഒരു കുട്ടിയെയും കൊണ്ട് ചെറിയൊരു ഷെഡിൽ തുടങ്ങിയ സ്കൂൾ പിന്നീട് വളർന്നു. കൂടുതൽ കുട്ടികൾ വന്നു, കൂടുതൽ ക്ലാസ്സുകളായി, കൂടുതൽ അധ്യാപകന്മാരായി. ഒരു നാട്ടിലെ ജനങ്ങൾക്ക് വിദ്യാഭ്യാസം നൽകുന്നതിലൂടെ ആ നാടിനെ നമുക്ക് മാറ്റാനാകും എന്ന് പറഞ്ഞ് കേട്ടിട്ടില്ലേ നീ? അതുപോലെ പോങ്ങനാടിനും ഒരുപാട് മാറ്റങ്ങൾ സംഭവിച്ചു. പിന്നീട് വർഷങ്ങൾ കടന്നുപോയി. ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിച്ചു. 1 മുതൽ 4 വരെ മാത്രം ക്ലാസ്സുകൾ ഉണ്ടായിരുന്ന സ്കൂൾ 1978 1 മുതൽ 7 വരെ ക്ലാസ്സുകളിലേക്ക് ഉയർത്തി. കുട്ടികളുടെ എണ്ണക്കൂടുതലും പ്രദേശവാസികളുടെ അഭ്യർത്ഥനയും മാനിച്ചായിരുന്നു ക്ലാസ്സുകൾ ഉയർത്തിയത്. അന്ന് പോങ്ങനാട് സ്കൂൾ മുഴുവൻ പുതുതായി ക്ലാസ്സുകൾ അനുവദിച്ചതിന്റെ ആഹ്ലാദ പ്രകടനത്തിലായിരുന്നപ്പോഴായിരുന്നു നമ്മുടെ കഥാനായകന്റെ എൻട്രി. ആരാ നായകൻ? രാജു. വടക്കേവിള വീട്ടിൽ രാജു.
ഈ കഥയിലെ നായകൻ ഞാനാടാ. അച്ഛനാ? അന്നൊക്കെ ഞാൻ സ്കൂളിൽ പോകാൻ വയ്യെന്ന് അമ്മയോട് പറയുമ്പോൾ അമ്മ നല്ല അടി തരുമായിരുന്നു. അച്ഛനോട് പറയുമ്പോൾ അവിടെ നിന്നും കിട്ടും. ഇതെല്ലാം വാങ്ങിക്കൂട്ടി സ്കൂളിൽ പോയാലോ, അവിടെ നിന്നും കിട്ടുമായിരുന്നു അടി. അങ്ങനെ ഒരു അടിയുടെ പൂരപ്പറമ്പിലായിരുന്നു എൻ്റെ സ്കൂൾ ജീവിതം തുടങ്ങുന്നത്. പക്ഷേ എനിക്ക് ഒട്ടും ഇഷ്ടമില്ലായിരുന്ന പോങ്ങനാട് സ്കൂളിനെ പിന്നീട് എപ്പോഴും ഞാൻ ഇഷ്ടപ്പെട്ടു തുടങ്ങി. ഞാൻ പോലും അറിയാതെ അക്ഷരങ്ങളുടെയും അറിവിൻ്റെയും ഒക്കെ ലോകത്ത് ഞാൻ ലയിച്ചു. പിന്നീട് എല്ലാ ദിവസവും ഞാൻ സ്കൂളിൽ പോകുമായിരുന്നു. എനിക്ക് ഇഷ്ടമില്ലായിരുന്ന ഒരു ദിവസം ഉണ്ടായിരുന്നെങ്കിൽ അത് അവധി ദിവസമായിരുന്നു. നമ്മുടെ ചുറ്റുപാടുകളാണ് നമ്മളെ നിർണ്ണയിക്കുന്നതെന്ന് പറയുന്ന പോലെ പോങ്ങനാട് സ്കൂളും അവിടുത്തെ സാറും കുട്ടികളും അന്തരീക്ഷവും ഒക്കെ പിന്നീട് എനിക്ക് ഒഴിച്ചുകൂടാൻ പറ്റാത്ത ഒന്നായി മാറി. അതായിരുന്നു ആ സ്കൂളിൻ്റെ മാജിക്. എല്ലാവരെയും ജീവിതത്തിൻ്റെ നേർവഴി കാണിക്കുന്ന പോങ്ങനാട് സ്കൂളിൻ്റെ മാജിക്. മാവിൻ ചുവട്ടിൽ നാം അന്നും ഇന്നും ഓടി കളിച്ചേ വളർന്നേ, നാം പോയ തോടും പൂത്ത പാടം എല്ലാം മനസ്സിൽ നിറഞ്ഞേ. മാവിൻ ചുവട്ടിൽ നാം അന്നും ഇന്നും ഓടി കളിച്ചേ വളർന്നേ, നാം പോയ തോടും പൂത്ത പാടം എല്ലാം മനസ്സിൽ നിറഞ്ഞേ. ആ നല്ല കാലങ്ങൾ എന്നുള്ളിൽ ആത്മാവിൽ ഒരുപാട് താളങ്ങൾ പോലെ നിൻ കൂട്ടുകൂടി നാം ഒന്നിച്ച് പാടി ഒന്നായി ഒരുപാട് നീങ്ങി. വിദ്യാലയത്തിൻ്റെ പടവിൽ നാം കൂട്ടുകൂടി നടന്നേ, പങ്കിട്ട പലഹാരമെല്ലാം ഒരുപോലെ നമ്മൾക്ക് പ്രിയമേ. ആ നല്ല കാലങ്ങൾ എന്നുള്ളിൽ ആത്മാവിൽ ഒരുപാട് താളങ്ങൾ പോലെ, താളങ്ങൾ ഗാനങ്ങൾ ഈണങ്ങൾ നാം പാടി ഓടി ഒരുപാട് നേരം. പുസ്തകത്താളുകൾ എന്നും നമ്മുടെ പ്രിയമുള്ള ലോകം, ആത്മവിദ്യാലയ മുറികൾ നമ്മൾക്ക് നൽകിയ സ്വപ്നം. ആ നല്ല കാലങ്ങൾ എന്നുള്ളിൽ ആത്മാവിൽ ഒരുപാട് താളങ്ങൾ പോലെ, ആ നല്ല കാലങ്ങൾ എന്നുള്ളിൽ ആത്മാവിൽ ഒരുപാട് താളങ്ങൾ പോലെ. മാവിൻ ചുവട്ടിൽ നാം അന്നും ഇന്നും ഓടി കളിച്ചേ വളർന്നേ, നാം പോയ തോടും പൂത്ത പാടം എല്ലാം മനസ്സിൽ നിറഞ്ഞേ. അങ്ങനെ ജീവിതത്തിൽ ഒരിക്കലും മറക്കാൻ കഴിയാത്ത കുറച്ച് വർഷങ്ങൾ കടന്നുപോയി. അന്ന് വരെ ജീവിതത്തിൽ സന്തോഷം മാത്രമായിരുന്ന എന്നെ തേടി അന്ന് മറ്റൊരു സന്തോഷം കൂടി എത്തി. കിളിമാളിൽ നിന്നും സ്കൂൾ മാളിൽ പോങ്ങനാട് വന്ന രേവതി. അവൻ വരോടാ വരുമായിരിക്കും അല്ലേ? വരും, അവനല്ലേ പോയിരിക്കുന്നത്. അവളുടെ ഡീറ്റെയിൽസ് എല്ലാം കിട്ടി. പറ. അവളുടെ പേര് രേവതി. കിളിമാനായിരുന്നു താമസം. കിളിമാൻ സ്കൂളിലായിരുന്നു പഠിച്ചുകൊണ്ടിരുന്നത്. അമ്മ മൃഗ ഡോക്ടർ. ഇപ്പൊ പോങ്ങനാട് മൃഗാശുപത്രി ജോലി കിട്ടി താമസമൊക്കെ ഇങ്ങോട്ട് മാറ്റി. അനിയത്തി വെച്ചൊന്നുമില്ല, ഒറ്റ മോൾ. പുലിയാണ്, പിന്നെ വേറെ ലൈനൊന്നുമില്ല. ശിവു, നീ പുലിയാടാ. അങ്ങനെ എല്ലാവരുടെയും നിർദ്ദേശപ്രകാരം ഞാൻ അവൾക്കൊരു ലെറ്റർ എഴുതി. CID ശിവു അത് രേവതിയുടെ കയ്യിൽ എത്തിക്കുകയും ചെയ്തു. ഇനി ഇങ്ങത്താ, ഞാൻ വായിക്കട്ടെ. നാളെ 3 പേരും അച്ഛനെ അമ്മയും വിളിച്ചോണ്ട് ക്ലാസ്സിൽ കയറിയാ മതി. അതൊരു അപ്രതീക്ഷിത സംഭവമായിരുന്നു. CID ശിവവും ഞാനും ഒക്കെ തലപുകനെ ആലോചിച്ചിട്ടും ഒരു വഴിയും കണ്ടെത്താനായില്ല.
അങ്ങനെ പ്രേമം പൊളിഞ്ഞ് എല്ലാം അവസാനിച്ചുവെന്ന് കരുതിയിരുന്നപ്പോഴായിരുന്നു എന്നെ തേടി ഒരാൾ അവിടേക്ക് വന്നത്. ദാസൻ മാമൻ. ഭാരതി ടാക്കീസിൽ സിനിമയ്ക്ക് പോകണമെന്ന എന്റെ കുറെ നാളത്തെ ആഗ്രഹം നിറവേറ്റാൻ വന്നതായിരുന്നു മാമൻ. അങ്ങനെ പ്രേമം പൊട്ടി നിന്ന് ഞാൻ ആദ്യമായി ഒരു സിനിമയ്ക്ക് പോയി, അതും ഒരു പ്രണയപടത്തിന്. പക്ഷെ എല്ലാം അവസാനിച്ചു എന്ന് ഞാൻ കരുതിയ ആ രാത്രി മറ്റൊരു സംഭവം നടന്നു. സ്കൂളിന്റെ ഓഫീസിന് ആരോ തീയിട്ടു. അയന്തിയിൽ കാവിലെ ഉത്സവം കഴിഞ്ഞ് മടങ്ങിയ ആളുകൾ ഇത് കണ്ടപ്പോഴേക്കും ഓഫീസ് റൂമിലെ എല്ലാ രേഖകളും കത്തി നശിച്ചിരുന്നു. എല്ലാത്തിനുമൊപ്പം എന്റെ ലവ് ലെറ്ററും കത്തിപ്പോയി. ആരാണ് തീയിട്ടതെന്നോ എന്തിനാണ് തീയിട്ടതെന്നോ ആർക്കും കണ്ടുപിടിക്കാൻ കഴിഞ്ഞില്ല. പക്ഷെ അവധി കഴിഞ്ഞ് സ്കൂൾ തുടങ്ങുമ്പോഴേക്കും ഞങ്ങളത് വെച്ചൊരു കളി കളിച്ചു. അങ്ങനെ പെട്ടെന്നൊരു പാതിരാത്രി സ്കൂളിന്റെ ഓഫീസ് തനിയെ എത്തിയെന്നല്ല, കത്തിച്ചതാണ്. ആര്? ഇവൻ സാബു, മുളയ്ക്കലത്തെ സാബു. അടുപ്പിന് തീടാൻ മാത്രമല്ല സ്കൂളിന് തീടാൻ ഈ സാബിനറിയാം. രേവതി, എന്റെ കണ്ടെത്തലുകൾ പ്രകാരം സാബു ഇത്രയ്ക്കും റിസ്ക് എടുത്തത് ചെയ്തത് അവന്റെ ഉറ്റമിത്രമായ രാജുവിന് വേണ്ടിയാണ്. പക്ഷേ ഞാനിപ്പോൾ മനസ്സിലാക്കുന്നു അത് രാജുവിന് വേണ്ടി മാത്രമല്ല രേവതിക്കും വേണ്ടി കൂടിയാണെന്ന്. ആയതിനാൽ രേവതിക്ക് ആ നന്ദി എന്നും ഉണ്ടാകുന്ന പ്രശ്നയുടെ ഞങ്ങളങ്ങോട്ട് മാറി നിൽക്കാം. നിങ്ങൾ സംസാരിക്കേ. പാടാ സാബു, നമുക്ക് അങ്ങോട്ട് മാറി. അവരെന്തരെന്ന് ആ ചിരിയിൽ എല്ലാം ഉണ്ടായിരുന്നു. കടലോളം ഇരമ്പമുണ്ടൻ മനസ്സ്, അതിനോളം ആഴമുണ്ടെന്റെ സ്നേഹം. തിരമാല പോൽ ഇരമ്പുന്ന കണ്ണുനീരും സഖി നീ അറിഞ്ഞോ, എന്നും നിനക്കായി കാത്തുവയ്ക്കും ഞാൻ എന്റെ സ്വപ്നവും ഓർത്തുവയ്ക്കും. നിനക്കായി ശ്വാസം നീക്കിവയ്ക്കും, എന്റെ ഹൃദയത്തിൻ താളവും കാത്തുവയ്ക്കും. കടലോളം ഇരമ്പമുണ്ടൻ മനസ്സ്, അതിനോളം ആഴമുണ്ടെന്റെ സ്നേഹം. തിരമാല പോൽ ഇരമ്പുന്ന കണ്ണുനീരും സഖി നീ അറിഞ്ഞോ, എന്നും നിനക്കായി കാത്തുവയ്ക്കും ഞാൻ എന്റെ സ്വപ്നവും ഓർത്തുവയ്ക്കും. നിനക്കായി ശ്വാസം നീക്കിവയ്ക്കും, എന്റെ ഹൃദയത്തിൻ താളവും കാത്തുവയ്ക്കും. എന്നും നിനക്കായി കാത്തുവയ്ക്കും ഞാൻ എന്റെ സ്വപ്നവും ഓർത്തുവയ്ക്കും. നിനക്കായി ശ്വാസം നീക്കിവയ്ക്കും, എന്റെ ഹൃദയത്തിൻ താളവും കാത്തുവയ്ക്കും. അയ്യോ, കമ്പക്കടി ഓടിക്കോടാ. എല്ലാം നന്നായി പൊക്കൊണ്ടിരുന്ന എൻ്റെ ജീവിതത്തിൽ പിന്നീട് സംഭവിച്ച ഒന്നും ശുഭകരമായ കാര്യങ്ങളല്ലായിരുന്നു. കടം കാരണം അച്ഛൻ തൂങ്ങി മരിച്ചു.
അച്ഛൻ്റെ മരണത്തിൽ മനസ്സ് തറന്ന് അമ്മ ഒരു വശം തളർന്ന് കിടപ്പിലായി. അവിടെ നിന്റെ ജീവിതം മൊത്തത്തിൽ മാറി മറിഞ്ഞു. എല്ലാ കടങ്ങളും വീട്ടേണ്ട ഉത്തരവാദിത്വം എനിക്കായി. വയ്യാതായ അമ്മയെ നോക്കേണ്ട ഉത്തരവാദിത്വവും എൻ്റെതായി. അങ്ങനെ ഞാൻ പഠനം നിർത്തി ജോലിക്കിറങ്ങി. ആദ്യമായി കരഞ്ഞുകൊണ്ട് ഈ സ്കൂളിലെത്തി എനിക്ക് അന്ന് കരഞ്ഞുകൊണ്ട് തന്നെ ഈ സ്കൂൾ വിട്ട് ഇറങ്ങേണ്ടി വന്നു. അന്നൊരു 7ാം ക്ലാസ്സുകാരൻ പയ്യന് ചെയ്യാൻ പറ്റുമായിരുന്ന എല്ലാ പണികളും ഞാൻ ചെയ്തു. പക്ഷെ കൂലിപ്പണി ചെയ്യുന്ന ആ പയ്യനെ സമൂഹം മാറ്റി നിർത്തി. കൂട്ടുകാരെല്ലാം എന്നെ വിട്ടുപോയി. രേവതിയും എന്നെ വിട്ടുപോയി. അതോടെ ഞാൻ ഒറ്റയ്ക്കായി. അങ്ങനെ വലിയ സ്വപ്നങ്ങളും പേര് നിറഞ്ഞ കഥാനായകന്റെ തോൽവികൾ അവിടെ ആരംഭിച്ചു. പിന്നീട് എനിക്ക് ഒറ്റ ലക്ഷ്യമേ ഉണ്ടായിരുന്നുള്ളൂ, എങ്ങനെയെങ്കിലും കുറെ പൈസ ഉണ്ടാക്കി ജീവിതത്തിൽ രക്ഷപ്പെടുക. അതിനുവേണ്ടി പിന്നീട് അങ്ങോട്ട് ഒരു ഓട്ടമായിരുന്നു. എന്നിട്ടെന്താ, ആ ഓട്ടോ എങ്ങും എത്തിയില്ല. അവസാനം ഞാൻ മനസ്സിലാക്കി, ജീവിതത്തിൽ രക്ഷപ്പെടണമെങ്കിൽ വിദ്യാഭ്യാസം വേണമെന്ന്. പണത്തിനേക്കാൾ മൂല്യം വിദ്യാഭ്യാസത്തിനാണെന്ന് ഞാൻ മനസ്സിലാക്കിയപ്പോൾ ജീവിതം ഒരുപാട് വൈകിപ്പോയിടാ. അപ്പോൾ കൂടെ ഉണ്ടായിരുന്നവരെല്ലാം പഠിച്ച് വലിയ നിലയിലായിട്ടും ഞാൻ മാത്രം ഇങ്ങനെ. അച്ഛൻ ജീവിതത്തിൽ തോറ്റവരാണ്. അച്ഛൻ തോറ്റെടുത്ത് നീ ജയിക്കണം. അതിലൂടെ മാത്രമേ അച്ഛനെ ജയിക്കാൻ കഴിയൂ. എൻ്റെ സാഹചര്യങ്ങളായിരുന്നു ജീവിതത്തിൽ എന്നെ തോൽപ്പിച്ചത്. എന്നാൽ എനിക്കുണ്ടായിരുന്ന സാഹചര്യങ്ങൾ ഇന്ന് അവൻ്റെ ജീവിതത്തിൽ ഉണ്ടാകില്ല എന്ന് ഉറപ്പിക്കുന്നിടത്ത് ഞാൻ ജയിക്കും. എനിക്ക് ഉറപ്പാണ്, ഞാൻ തോറ്റെടുത്തല്ല അവൻ ജയിക്കും. അതിലൂടെ ഞാൻ വീണ്ടും ജയിക്കും. രാജു പഠിച്ചിരുന്നപ്പോഴുള്ള സാഹചര്യങ്ങളല്ല ഇന്ന് നമ്മുടെ പോങ്ങനാട് സ്കൂളിനുള്ളത്. പരിമിതികളുടെ നടുവിൽ നിന്ന് മികവിൻ്റെ കേന്ദ്രത്തിലേക്കുള്ള ഈ മാറ്റം ഇന്ന് നമ്മുടെ സ്കൂളിനെയും ഒപ്പം നമ്മുടെ പൊതുവിദ്യാഭ്യാസ മേഖലയെയും മറ്റെല്ലാവർക്കും ഒപ്പം തലയുയർത്തി നിർത്തുന്ന ഒന്നാണ്. പോങ്ങനാട് സ്കൂളിലെ ചോർന്നൊലിത്ത ക്ലാസ് മുറികളിലെ കാലൊടിഞ്ഞ ബെഞ്ചുകളിലിരുന്ന് പഠിച്ച ഇവരെല്ലാം ഇന്ന് ജീവിതത്തിൻ്റെ വലിയ വിജയപടികൾ കയറി. എന്നാൽ ഇന്ന് എല്ലാ സൗകര്യങ്ങളും ഉണ്ടായിട്ടും സ്വപ്നം കാണാൻ മറന്നുകൊണ്ട് സ്കൂളിൻ്റെ കുറ്റങ്ങൾ മാത്രം കണ്ടെത്തി പിന്നോട്ട് പോകുന്ന ഒരു പുതുതലമുറയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. അങ്ങനെ നോക്കുമ്പോൾ പ്രശ്നം സ്കൂളിൻ്റെ അല്ല, മറിച്ച് പുതുതലമുറയുടെ മനോഭാവത്തിൻ്റെതാണ്. ഓർക്കുക, നമ്മുടെ സാഹചര്യങ്ങളിലല്ല, മറിച്ച് നമ്മുടെ സ്വപ്നങ്ങളിലാണ് നാം ഉറ്റുനോക്കേണ്ടത്.